ആദ്യം നമുക്ക് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഒരു കത്ത് കാണാം. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി അയച്ച കത്താണിത്. കേരളത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു കത്തയച്ചത്. ഈ കത്തിന്റെ പ്രത്യേകത സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വന്ദേമാതരം നിർബന്ധമായും ആലപിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു എന്നതാണ്. അങ്ങനെ ആലപിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ, അതായത് മോദി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. എന്താണ് കേന്ദ്ര നിർദ്ദേശം എന്നറിയാമോ? വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം, എല്ലാ വരികളും ആലപിക്കണം എന്നതാണ് കേന്ദ്ര നിർദ്ദേശം. വന്ദേമാതരത്തിന്റെ എല്ലാ വരികളും ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം തന്നെ നേരത്തെ നടന്നിരുന്നു. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഗവർണറുടെ ഓഫീസ് എടുത്ത തീരുമാനം തങ്ങൾ അറിഞ്ഞില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ തന്നെ അതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസിലെ ഒരു ചോദ്യം നാം കാണാം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ്? ഉത്തരം സവർക്കർ. കാസർഗോഡ് ജില്ലയിലെ ക്വിസിലാണ് ഇത്തരമൊരു ചോദ്യവും ഉത്തരവും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സവർക്കറെ വീരനായകനായി അവതരിപ്പിക്കുക എന്നത് RSSന്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അവർ ഉത്തരേന്ത്യയിലെ പാഠപുസ്തകങ്ങളിലടക്കം കാവ്യവൽക്കരണം നടപ്പാക്കി കഴിഞ്ഞു. അതിന് സമാനമാണ് ഇപ്പോൾ കേരളത്തിലും അവസ്ഥ എന്ന് വേണം കരുതാൻ. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുകൂടി നാം ചേർത്ത് വായിക്കണം. ബ്രിട്ടീഷുകാരോട് മാപ്പപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു എന്ന ആരോപണം നേരിട്ടയാളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വീര സ്വാതന്ത്ര്യ സമര സേനാനിയായി അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കൂടി ഇത്തരം ആശയങ്ങൾ എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ നടക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് RSSന്റെ ജിഹയായ TG മോഹൻദാസിനെതിരായ കേസ്. രാജ്യത്തെങ്ങും അലയടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അപഹസിച്ചുകൊണ്ട് TG മോഹൻദാസ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നായിരുന്നു ഒരാക്ഷേപം. താനായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമെന്നും അദ്ദേഹം അട്ടഹസിച്ചു. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തിനെതിരെ പരാതി നൽകി. TG മോഹൻദാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ ചെറുവിരൽ അനക്കിയില്ല കേരളത്തിലെ പോലീസ്. ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, പേരിനൊരു അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലും കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല. നിരന്തരം പവർ കട്ട് ഉണ്ടായപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത നാടാണ് കേരളം എന്നോർക്കണം. അവിടെയാണ് TG മോഹൻദാസിനെ പോലുള്ള RSSന്റെ ജിഹയ്ക്ക് യഥേഷ്ടം വിലസാൻ അവസരം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന ഏക കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ ആഭ്യന്തര വകുപ്പ് നൽകിയ ഉപദേശം നാം നേരത്തെ കണ്ടതാണ്. കാപ്പ കേസിലകപ്പെട്ട് ജയിലിൽ കഴിയുന്ന സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഉപദേശം നൽകിയ കത്ത് കൈമാറിയ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഉപദേശം നൽകി എന്നതിൻ്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഒരു നടപടി നടന്നു. എന്നാൽ ആ ഉപദേശം എൻഡോസ് ചെയ്ത് കൈമാറിയത് ആഭ്യന്തര വകുപ്പായിരുന്നു. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. സംഘികൾക്ക് കേരളത്തിൽ ഇത് നല്ല കാലമാണ്. 3 MLA മാത്രമാണുള്ളത്. പക്ഷേ സംഘികൾ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു എന്നത് വസ്തുതയാണ്.